നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വുഡ് ബി ആവുമ്പോ അങ്ങനെ ചില സ്നേഹ സമ്മാനങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറില്ലേ? അതുകൊണ്ട് ചോദിച്ചതാ മോളെ. ആ തന്നിട്ടുണ്ട്. പക്ഷേ അത് സ്നേഹസമ്മാനമൊന്നല്ലായിരുന്നു, ഒരൊറ്റക്കമ്മലായിരുന്നു. അതിന്റെ പേരെന്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോ എന്റെ ഒരു കമ്മല് നഷ്ടപ്പെട്ടു പോയി. ദാ, ഈ കമ്മലിന്റെ പേര് എനിക്ക് നഷ്ടമായത്. ഇനി തന്നേക്ക് വിശാൽ. താ. ഒരു മിനിറ്റ്, ഞാനത് കാണിച്ചു തരാം. നിക്കേ. ആന്റി, ഇത് ലക്കി കമ്മലാണെന്ന് വിശാല് വിശ്വസിച്ചിരുന്നത്. ഈ കമ്മല് കാരണം വിശാൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടോ? കമ്മലോ? ഇതേ ചേട്ടായുടെ കയ്യിലുണ്ടായിരുന്നതാ. ആരുടേതാണെന്ന് ചോദിച്ചപ്പോഴേ പറയുന്നില്ല. നീ വല്ല റിലേഷൻഷിപ്പിലും കുടുങ്ങിയോടാ? ഒന്ന് മാറിക്കേ. പറയടാ, അമേരിക്കയിലെങ്ങാനും? അതമ്മേ ഇല്ലമ്മേ. വിശാൽ, കാര്യം എന്താണെന്ന് പറയൂ. എനിക്കറിയില്ലമ്മേ. പക്ഷേ എന്നെ രക്ഷിച്ചത് ഈ കമ്മല. ജീവൻ രക്ഷിച്ചെന്നോ? അതെ. അവനിത് താഴെ വെക്കാതെ കൊണ്ടു നടന്നിരുന്നു കുറെ കാലം. അവനിത് നിനക്ക് തന്നോ? എനിക്കത് അത്ഭുതമായിട്ടാ തോന്നുന്ന മോളെ. ഇത് എന്റെ തന്നെയായിരുന്നു ആന്റി. ഗ്രാമത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ ഇതിലൊന്ന് കളഞ്ഞുപോയി. പിന്നെ ഞാനിത് കാണുന്നത് വിശാലിന്റെ കയ്യില. ഒരു കമ്മല് ഞാൻ കളയാതെ സൂക്ഷിച്ചു വെച്ചായിരുന്നു. അല്ല ആന്റി, എന്താ ഇത് ചോദിക്കാൻ കാരണം? ഒന്നുമില്ല മോളെ. അവന് നിന്നോടുള്ള ഇഷ്ടത്തിന്റെ ആഴമൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചതാ. അവൻ അങ്ങനെ എന്തെങ്കിലും തരികയാണെങ്കിൽ അത് ആന്റിയോടൊന്ന് പറയണേ. ഷുവർ ആന്റി. എന്നാ ശരി മോളെ. ഇവളിതെന്താ ഇവിടെ തന്നെ തേരെ പോരാ നടക്കുന്നത്? ജാസ്മിൻ, നീ എന്താ ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? ഔട്ട് ഹൗസിൽ ഇരുന്നിട്ട് ഇരി പുറക്കുന്നില്ലേ? ഞാൻ എവിടെ നിക്കണം നിക്കണ്ട എന്നുള്ള അതിർവരമ്പുകളെ കുറിച്ചേ നിന്റെ എഗ്രിമെന്റിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടേ എനിക്ക് സൗകര്യമുള്ളിടത്ത് ഞാൻ നിക്കോ നടക്കോ ഇനി തലകുത്തി മറിയോ ഒക്കെ ചെയ്യും. അത് ചോദിക്കാനേ നിനക്കൊരു അവകാശമില്ല. എനിക്ക് അവകാശം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ നിക്കട്ടെ. ഈ കോമ്പൗണ്ടില് ആരൊക്കെ വേണമെന്നും അവരെന്തൊക്കെ ചെയ്യണമെന്നും ആജ്ഞാപിക്കാൻ കഴിയുന്ന അതിന് അധികാരമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. ആ നിൽക്കുന്ന പാർവതി. അവള് പറയും, നീ അനുസരിക്കും. നീ എന്നല്ല, ഞാൻ ഉൾപ്പെടെയുള്ളവരെ അനുസരിച്ചേ പറ്റൂ. ഗാർഗി, ഈ ലോകത്തെ
എനിക്ക് എല്ലാറ്റിലും വലുത് എന്റെ പപ്പയാ. പിന്നെ പപ്പ ആ പപ്പ പറയുന്നത് പോലും ഞാൻ ചില സമയത്ത് അനുസരിക്കാറില്ല. പിന്നെയല്ലേ ഈ അടുക്കളക്കാരി പറയുന്നത്. ഒരു വെള്ളക്കടലാസിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് അതിൽ ആന്റിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞിട്ടേ കൂടുതൽ നെകളിക്കാൻ നിൽക്കല്ലേ. ആ പേപ്പറിനെ നിയമപരമായിട്ട് ഒരു വിലയുമില്ല. പിന്നെ നീ എങ്ങനെ ഔട്ട് ഹൗസിലെത്തി? ചില സാഹചര്യങ്ങളിലെ ഇഷ്ടമല്ലെങ്കിലും ചിലത് ചെയ്യേണ്ടി വരും. ഓ, അത് താൽക്കാലികവുമായിരിക്കും. അങ്ങനെ സംഭവിച്ചതാ, അല്ലാതെ ഇവളെ പേടിച്ച് മാറി നിന്നതൊന്നും അല്ല. നല്ല സംസ്കാരം എന്ന് പറയുന്നതേ നെല്ലുപോലെയാ. അത് വിതച്ചാലേ മുളയ്ക്കൂ. എന്നാ അഹങ്കാരം എന്ന് പറയുന്നത് പുല്ലുപോലെയാ. അത് തനിയെ മുളച്ചു വരും. നീ ആ ഗണത്തിൽപ്പെട്ടതാ. അത് നിന്റെ കുറ്റമല്ല, വളർത്തു ദോഷം. ദേ, എന്റെ പപ്പയെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ കൈയുടെ ചൂട് നീ അറിയേ. ഞാൻ നിന്റെ അച്ഛനെ കുറ്റം പറഞ്ഞില്ല, പറയുകയുമില്ല. മുതിർന്നവരെ ബഹുമാനിക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ള പാഠം. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നിന്റെ പപ്പയെ പോലും നീ അനുസരിക്കില്ല എന്ന്. അത് പപ്പയുടെ കുറ്റമല്ല, ജന്മദോഷ. അത് തൂത്താലും മായ്ച്ചാലും പോവില്ല. പിന്നെ ഈ വീട്ടിലെല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നതേ വെള്ള പേപ്പറിലല്ല, മുദ്രപത്രത്തിലാ. അതിന് നിയമപരമായ എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ നിമിഷം മുതൽ നീ അത് സ്വയം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ആ അധികാരത്തോടെ എനിക്ക് നിന്നോട് ആജ്ഞാപിക്കേണ്ടി വരും, അനുസരിപ്പിക്കേണ്ടിയും വരും. വിശാൽ സാറിന്റെ ഭാര്യയാവാൻ വേണ്ടി എന്റെ ആജ്ഞാനുവൃത്തിയായി ഇവിടെ ഇനിയും താമസിക്കണോ വേണ്ടോ എന്ന് ആങ്ങളെയും പെങ്ങളും കൂടി കാര്യമായിട്ടൊന്ന് ആലോചിച്ചോ. വേണമെങ്കിൽ വക്കീലായ നിന്റെ പപ്പയും കൂട്ടിക്കോ. അവസാനമായിട്ട് ഞാൻ ഒന്നും കൂടി പറയാം. വിശാൽ സാർ ഒരിക്കലും നിന്റെ കഴുത്തിൽ മിന്നു കെട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് പറയുന്ന എന്റെ പേരും കൂടി നീ ഓർത്തോ, പാർവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.